നമസ്കാരം. ഞാനൊരു കണ്ണട വാങ്ങിക്കാൻ കയറിയതാണ് ഒരു കടയിൽ. ഒരു സ്റ്റെപ്പ് കണ്ടില്ല. ഇങ്ങനെ ഇരുന്ന കാര്യം ഇങ്ങനെ പോയി. ഒരു മാസം കഴിഞ്ഞിട്ടും കാര്യം ശരിയായിട്ടില്ല. നടക്കാൻ വല്ലാത്ത പേടി. 2-3 പ്രാവശ്യം വീണ്ടും ഇതിനിടയ്ക്ക് വീണു. അപ്പോൾ മനസ്സ് പറഞ്ഞു, വയസ്സ് 54ആയി, ഇനി പഴയ പോലെ ഒന്നും നടക്കാൻ പറ്റില്ല. എന്നാലും ഇത് വന്നത്, ഇന്ന് ഈ പൂജക്ക് വന്നത് ഇവരോടുള്ളൊരു ആരാധന കൊണ്ടാണ്. മണികണ്ഠനും നിയാസും റിയാസും സ്നേഹയും മറ്റു ഈ ഇതിലെ മറിവായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇവരെ ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ ഇനി കാണാനായിട്ട് എപ്പിസോഡില്ല. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു അസാധ്യ ഫാനാണ് ഇവരുടെ എല്ലാവരുടെയും. കാരണം ദൈവം അറിഞ്ഞു കൊടുത്ത കലാകാരെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ എന്താ പറയുക, സ്നേഹമുള്ള ആൾക്കാരാണ്. ഇവർക്കത് കുറേ കൂടുതൽ കൊടുത്തുപോയി. ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റവർ ചെയ്യുമ്പോഴാണ്. ഇവർ ഓരോ കഥാപാത്രങ്ങളും, ഈ നിയാസൊക്കെ കോയയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നിൻ്റെ കണ്ണ് വരെ നനയിച്ചിട്ടുണ്ട്. സാധാരണ സിനിമകൾ, കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാമായാലും കണ്ണു നിറയുന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മറിമായം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഒരു ബംഗാളിയുടെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. കാരണം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ചവെച്ച ചില്ലറ എപ്പിസോഡൊന്നുമല്ല, ഒരുപാട് എപ്പിസോഡുകൾ. അപ്പോൾ എന്നോട് സലീം പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പടത്തിൻ്റെ പ്രമോഷന് വേണ്ടി എന്തെങ്കിലും പറയാമെന്ന് വന്നോളൂ, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, ഞാനില്ല, ഇപ്പോൾ കുറേ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട്. അപ്പോൾ പറഞ്ഞില്ല, വേറെ അധികം നടക്കാനൊന്നുമില്ല. അങ്ങനെ ഇവർ 500ാമത്തെ എപ്പിസോഡിന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവർ ചേട്ടൻ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ച് പോയേനെ. പക്ഷേ ഇവർ എന്നോട് എത്ര രൂപയാണ് പൈസ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാശ് പറഞ്ഞു. പിന്നെ ആ വഴിക്ക് വരെ കണ്ടില്ല. അപ്പം എനിക്ക് വലിയ സങ്കടമായി. കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. എൻ്റെ കാശ് ചോദിച്ചപ്പോൾ ഞാൻ കാശ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇവർ പറയണത് ഇല്ല, ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചേനെ. അത്രയ്ക്ക് ആഗ്രഹം വരുന്നു. അങ്ങനെ തിരിച്ച് ചോദിക്കാനും പറ്റൂല. എനിക്ക് ചെന്ന് ഇതാ കുഴപ്പമില്ല കേട്ടോ, ഞാനത് വെറുതെ പറഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു സാധനം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടിരിക്കുകയാണ്. ഇതിനെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വില പറയും. അതല്ല, ഇങ്ങനെ രാജോസിനാണ്, അതെ അന്ന് കൊണ്ടേക്കോളാം നമ്മൾ പറയൂലേ, അത്രേ ഉള്ളൂ. ആ സൗഹൃദം ഇവർ മുതലെടുത്തില്ല. ഞാൻ എൻ്റെ കച്ചവടക്കാരൻ്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത്. അപ്പോൾ ഇവർ വന്ന് വിളിച്ചപ്പോൾ 3-4 ദിവസമൊക്കെ ഉള്ളൂ. ഞാൻ മാത്രം മതി, ഞാൻ വന്ന് ചെയ്താം എന്ന് പറഞ്ഞപ്പോൾ അന്ന് 500ാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ പോകരുത്. സപ്തകാലം കുഴപ്പമില്ല. സപ്തകാലം അറിയാം, ഇവിടുന്ന് വിൽക്കുന്ന സാധനങ്ങളുടെ റേറ്റ് അവർക്കറിയാം. കാരണം ഞാൻ ഷാഫിയുടെ പുലിവാൽ കല്യാണം ഉണ്ണിച്ചേട്ടൻ മാത്രമുള്ളതിന്. പിന്നെ രണ്ടാമത് അതൊരു തോടി പടമാണത്, ഹിറ്റ് പടമാണത് പുലിവാൽ കല്യാണം. രണ്ടാമത് പിഷാരടിയുടെ പഞ്ചവർണ്ണത്തത്ത, അതും സപ്തരംഗൻ്റെ ചിത്രമാണ്. അപ്പോൾ എനിക്കറിയാം കച്ചവടത്തിൻ്റെ നേക്കൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാണ്, നിങ്ങളൊക്കെ ലാലുവിൻ്റെ അച്ചറങ്ങാത്ത വീട് നടക്കുമ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കൂടി സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, മണികണ്ഠൻ എന്ന ആർട്ടിസ്റ്റാണ്, അസാധ്യ ആർട്ടിസ്റ്റ് കേട്ടോ അയാൾ. അപ്പോൾ ബാബുജനാഥൻ എപ്പോഴും പറയുമായിരുന്നു, അയാൾ മനോജ് ബാജ്പേയിയാണ്, അത്രക്കും മിടുക്കനാണെന്ന്. ഞങ്ങളിങ്ങനെ ഇയാൾ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് വരെയും ഞാൻ മണികണ്ഠൻ പറഞ്ഞ വീട്ടിൽ
ഞങ്ങളൊക്കെ പറയുന്നു അടുത്ത സ്റ്റാറാണ് അയാൾ. അപ്പോൾ ഞാൻ മണികണ്ഠ എന്ത് ഇത്രയും കാലം ഇവിടെ നീ വന്നില്ല? അപ്പോൾ ഞാൻ മണികണ്ഠ പറഞ്ഞു, മണികണ്ഠ ഇതൊരു തുടക്കമായിരിക്കും അതിൻ്റെ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു.